ഫ്രണ്ട്സ്, നമ്മൾ പാവയ്ക്ക അച്ചാറിടാൻ പോകണം. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് പാവയ്ക്ക അരിഞ്ഞിട്ടുണ്ട്. ഇതിനെ നല്ലെണ്ണ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നല്ലെണ്ണ കുറച്ച് കൂടുതലിരിക്കുന്നത് അതുകൊണ്ടാണ് വെജിറ്റബിൾ ഓയിൽ സൈഡ് മതി. പക്ഷേ ഞാനിവിടെ നല്ലെണ്ണയിലാണ് വഴറ്റിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞ നല്ലെണ്ണ. കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഈ എണ്ണ ഇതിനകത്ത് തന്നെ യൂസ് ചെയ്യണം. നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയൊരു പൈസണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മുടെ പാവയ്ക്കൊക്കെ ഏകദേശം വഴന്നു. അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടു. കുറച്ച് പച്ചമുളകും കൂടി ഇടാറുണ്ട്. അതോടൊപ്പം ഉലുവായിട്ട് പച്ചമുളക് ഇടുന്നുണ്ട്. നമ്മൾ വെള്ള പാവയ്ക്കയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ഇടുന്നത്. അപ്പോൾ ഇതുകൂടെ കിടന്നൊന്ന് വഴന്നിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആയി കഴിയുമ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ച് മതി. അങ്ങനെ നമ്മുടെ വെള്ള പാവയ്ക്ക വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഇനി വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു. ഇനി കുറച്ച് വിനാഗിരി ഒഴിക്കും. ഇച്ചിരി വെള്ളം ചിലപ്പോൾ ഇറങ്ങും. പിന്നെ ഇളക്കി നന്നായിട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് ആറുമ്പോൾ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇടാം. ഇനി നമ്മുടെ പാവയ്ക്ക അച്ചാറിയുടെ റെഡി ആയിട്ടുണ്ട്. ആറുമ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ച് ടേസ്റ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മളോട് ഒരു വെള്ളം പാവയ്ക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എൻ്റെ റെസിപ്പിയിലേക്ക് ചെയ്യാനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളക്കടമാങ്ങ ഇടാനായിട്ട് ഈ നല്ല കിളിച്ചുണ്ടമാങ്ങ വലിയ കിളിച്ചുണ്ടമാങ്ങ എനിക്ക് കിട്ടിയേക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഉപ്പ് മഞ്ഞളിട്ട് ഒരു ദിവസം വെച്ചിരുന്നു. അപ്പം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ വീട്ടിൽ കളയണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കായം ഇതെല്ലാം കൂടെ മൂപ്പിച്ച് ഇട്ട് എണ്ണയ്ക്കകത്ത് നല്ലെണ്ണയിൽ മൂപ്പിച്ചിടുകയാണ് ചെയ്യുന്നത്. വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം, വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ വെള്ളം ആദ്യം പിടിക്കണം. നമ്മുടെ വെള്ളക്കടമാങ്ങയ്ക്ക് വേണ്ടി നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കടുക്, ഉലുവ ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് മാങ്ങയൊക്കെ ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റി. വെള്ളം ഊറ്റി മാറ്റിയില്ലെങ്കിൽ പൂക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഊറ്റി മാറ്റുന്നത്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ച് കുറച്ച് ഓക്കെ ചെയ്യാം. ഇത് ഒരു ക്രിസ്പി ഇത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് അടുപ്പിൽ വെക്കാറുണ്ട്. നല്ലൊരു കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇരുന്ന് തന്നെ കഴിയും. ആറുമ്പോൾ ഒരു കുപ്പിക്കകത്ത് അടച്ചു മേലിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചാൽ വിനിഗർ വേണമെങ്കിൽ ഒഴിക്കാം, വേണമെങ്കിൽ ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. നല്ല അച്ചാർ. ഞാനതിലേക്ക്
ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വിനീഗർ ചൂടാക്കി ഒഴിക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ വെള്ളക്കടുമാങ്ങ അച്ചാർ. ഇതിനി ആറുമ്പോൾ എടുത്ത് നമുക്ക് കുപ്പിയിൽ, കാറ്റ് കയറാത്ത കുപ്പിയിൽ അടച്ചു വെക്കാം. കുറച്ച് കഴിയുമ്പോൾ നല്ലോണം അലിയും. അപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വെള്ളക്കടുമാങ്ങ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല ചുവന്ന കടുമാങ്ങയേക്കാളും മുളക് പൊടി ഉണ്ടാകുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. തീർച്ചയായും